പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറേ അതിർത്തിയിൽ തൂതപ്പുഴയുടെ ഓരം ചേർന്ന് കിടക്കുന്ന ഗ്രാമമാണ് തിരുവേഗപ്പുറ. ഫലഭൂയിഷ്ഠമായ മണ്ണും വിസ്തൃതമായ നെൽപ്പാടങ്ങളും ചെറുകുന്നുകളും നദീതീരങ്ങളും അതിന്റെ ഗ്രാമ സൗന്ദര്യത്തിന്റെ തനിമ നിലനിർത്തുന്നു. ആചാര പെരുമകളുടെ പുരാതന സ്മൃതികൾ പേറുന്ന ദേശം, ഗ്രാമീണ നന്മകളുടെ മധുരം തങ്ങി നിൽക്കുന്ന നാട്ടിടവഴികൾ, പ്രകൃതി കനിഞ്ഞരുളിയ സൗന്ദര്യത്തിന്റെ ഗ്രാമക്കാഴ്ചകൾ. ജാതി മത വർഗ വർണ്ണഭേദമില്ലാതെ മനുഷ്യരെല്ലാം ഒരുമയോടെ ചേർന്ന് നിൽക്കുന്ന നന്മയുടെ സംസ്കാരം പേറുന്ന മണ്ണ്. ഓരോ ആഘോഷങ്ങളും ഒത്തുചേരലുകളും അവർക്ക് ഒരുമയുടെ സംഗമ മുഹൂർത്തങ്ങളാണ്. വികസനം ഈ നാടിന് അവരുടെ നിത്യജീവിതത്തിലെ നേർക്കാഴ്ചകളാണ്. തിരുവേഗപ്പുറ പഞ്ചായത്തിന്റെ തലവര മാറ്റിക്കുറിച്ച വികസന വിപ്ലവത്തിന് കരുത്തു പകർന്നത് ഈ നാടിന്റെ മുന്നേറ്റത്തിന് ഒന്നിച്ചു കൈകോർത്ത നന്മയുള്ള മനസ്സുകളാണ്. അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇവിടെയൊരു ശക്തമായ നേതൃത്വമുണ്ടായി, ജനപ്രതിനിധികളുണ്ടായി, സേവന മനസ്കരായ ഉദ്യോഗസ്ഥരുണ്ടായി. സഹജീവി സ്നേഹം, ജനപക്ഷ വികസനം എന്ന ആശയം മുൻനിർത്തി എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗുണം ലഭിക്കുന്ന ഈ നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് UDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ളത്. സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഈ ഭരണസമിതി തിരുവേഗപ്പുറയിൽ നേതൃത്വം നൽകിയത്. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, കായിക മേഖല, കാർഷിക മേഖല, ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനുള്ള പദ്ധതികൾ, പട്ടികജാതി വർഗത്തിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതികൾ, പശ്ചാത്തല വികസന സൗകര്യങ്ങൾക്ക് വേണ്ട പദ്ധതികൾ, അങ്ങനെ എല്ലാ മേഖലകളിലും സമഗ്രമായ വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് ഈ കാലയളവിൽ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു നാടിന്റെ വികസനത്തിന്റെയും പുരോഗതിയുടെയും ഗതി നിർണയിക്കുന്നത് അവിടുത്തെ മനുഷ്യ വിഭവശേഷിയാണ്. ആരോഗ്യമുള്ള, അറിവുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ അടിസ്ഥാന വിദ്യാഭ്യാസം വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. ഈ അടിത്തറയുടെ ആദ്യ ശിലപാകുന്നത് ഗ്രാമങ്ങളുടെ ഹൃദയത്തുടിപ്പായ അങ്കണവാടികളിലാണ്. പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികളും സ്മാർട്ട് അങ്കണവാടി നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. 7 അങ്കണവാടികൾക്ക് പഞ്ചായത്ത് വിഹിതവും ഓരോ അങ്കണവാടികൾക്ക് MP, MLA ഫണ്ടും ഉപയോഗിച്ച് ആകെ 9 അങ്കണവാടികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. മുഴുവൻ അങ്കണവാടികളിലെയും ഒഴിവുകൾ നികത്തി പുതിയതായി വർക്കർമാരെയും ഹെൽപ്പർമാരെയും നിയമിച്ചിട്ടുണ്ട്. 2028-2025 കാലഘട്ടത്തിലുള്ള പഞ്ചായത്തിലെ ഇപ്പോഴത്തെ ഭരണസമിതി അംഗൻവാടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്റ്റോക്കുകളൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സ്റ്റീലിൻ്റെ ഒരു കണ്ടെയ്നർ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് കുക്കറുണ്ട്. അത് മാത്രമല്ല ഓരോ അംഗൻവാടികളിലും മുറ്റത്തൊക്കെ കട്ട വിരിക്കേണ്ടത്, റോഡിലേക്ക് പോകുന്ന വഴി വരേക്കുള്ള കട്ട വിരിക്കൽ, ഉമ്മറത്ത് വെയിലിന് ഷീറ്റ് ഇട്ട് തരുന്നത്. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ 31 അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹകരണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ട കളി സാധനങ്ങളായാലും അങ്ങനെ അല്ല, അവർക്ക് ഈ കളിയിലൂടെ തന്നെ പഠനങ്ങൾ എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ, അതിന് വേണ്ട സാമഗ്രികളെല്ലാം തന്നെ നമുക്ക് പഞ്ചായത്ത് ഒരുക്കി തന്നിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ശക്തവും ക്രിയാത്മകവുമായ നിരവധി ഇടപെടലുകളാണ് ഈ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രീകൃത പദ്ധതികൾക്കപ്പുറം ഈ പ്രദേശത്തിന്റെ തനതായ ആവശ്യങ്ങൾ മനസ്സിലാക്കി വിഭവങ്ങൾ സമാഹരിച്ച് സർക്കാർ വിദ്യാലയങ്ങളെ അറിവിന്റെയും സാങ്കേതിക വിദ്യയുടെയും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിൽ തിരുവേഗപ്പുറ പഞ്ചായത്ത് നിർണായക പങ്ക് വഹിക്കുന്നു. കെട്ടിടങ്ങളുടെ നവീകരണം, പ്രത്യേക പരിശീലന പദ്ധതികൾ എന്നിവയിലൂടെ
പ്രാദേശിക വികസനത്തിന്റെ അജണ്ടയിൽ വിദ്യാഭ്യാസത്തിന് പ്രഥമ സ്ഥാനമാണ് നൽകുന്നത്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ പുതിയ കാലത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിദൂര ഭാവിയിലേക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്നതിന് 7 ദിവസം നീണ്ടുനിന്ന എഡ്യു കോൺക്ലേവ് സംഘടിപ്പിച്ചു. കരിയർ ക്ലിനിക്ക്, സ്നേഹാദരവ്, ജീവിത നൈപുണ്യശേഷി വികസന ക്യാമ്പ്, ഉദ്യോഗസ്ഥ സംഗമം, അധ്യാപക സംഗമം, രക്ഷിതാക്കളുടെ സംഗമം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടത്തി. എജു കോൺക്ലേവ് എന്ന പേരിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന സമഗ്രമായ വിദ്യാഭ്യാസ ഉന്നമനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വ്യത്യസ്ത മേഖലകളിലെ പ്രഗത്ഭരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ 7 ദിവസം നെരിപ്പറമ്പ് സ്കൂളിൽ ഒന്നിച്ചുകൂടുകയും അതിൻ്റെ തുടർ പ്രവർത്തനമായി വേ ടു പബ്ലിക് സെക്ടർ എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തു. മിടുക്കരായ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തി അതിൽ നിന്ന് തെരഞ്ഞെടുത്ത 50 പേർക്കുള്ള ട്രെയിനിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ, കേന്ദ്ര, കേരള സർക്കാരുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒരുപാട് സാധ്യതകളുള്ള കാലത്ത് നമ്മുടെ കുട്ടികളെ ആ സാധ്യതകളിൽ കയ്യെത്തിപ്പിടിക്കുന്നതിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് വേ ടു പബ്ലിക് സെക്ടർ എന്ന ആശയത്തിലൂടെ നമ്മൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. ഇജുവേഗ എന്ന് പറയുന്ന സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായിട്ട് LSS, USS കുട്ടികൾക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന മുഴുവൻ വിദ്യാലയങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട LSS, USS വിദ്യാർത്ഥികൾക്ക് സമഗ്രമായ പരിശീലനം നൽകി വരുന്നുണ്ട്. എല്ലാ വർഷവും നൽകി വരുന്നുണ്ട്. കൂടാതെ LSS, USS, NMMS അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി മേഖലകളിൽ ഉന്നത വിജയം നേടുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും സമുചിതമായ രീതിയിൽ ആദരിക്കുന്നതിനും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനും പഞ്ചായത്ത് വളരെയധികം ശ്രദ്ധ ചെലുത്തി വരുന്നുണ്ട്. ഒരു ഗ്രാമത്തിന്റെ യഥാർത്ഥ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായത് ജനങ്ങളുടെ ബൗദ്ധികവും സാംസ്കാരികവുമായ ഉന്നമനമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പൊതുജനങ്ങൾക്ക് അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും അനന്ത സാധ്യതകളിലേക്ക് വാതിൽ തുറന്നുകൊണ്ട് വിശാലമായ ഒരു ലൈബ്രറി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഒരു പ്രാദേശിക ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അവിടുത്തെ പൗരന്മാരുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കുക എന്നതാണ്. വിദ്യാഭ്യാസം, സാമ്പത്തിക വികസനം തുടങ്ങിയ എല്ലാ പുരോഗതിക്കും അടിസ്ഥാനം ആരോഗ്യകരമായ ഒരു സമൂഹമാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അഥവാ PHC വഴി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കുക, മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നിവയിലൂടെ സാർവത്രിക ആരോഗ്യ പരിരക്ഷ, യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള PHCയിൽ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ഈവനിംഗ് OP കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. ഈവനിംഗ് OPക്ക് മാത്രമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായി ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും ലാബ് അസിസ്റ്റന്റിനെയും നിയമിച്ചു. PHCയിൽ ആധുനിക മെഷീനറികൾ ഉൾപ്പെടുന്ന ലാബ് സജ്ജീകരിച്ചു. എല്ലാ വർഷവും PHC ഫാർമസിയിലേക്ക് ആവശ്യമായ മരുന്നുകൾ പഞ്ചായത്ത് നേരിട്ട് ലഭ്യമാക്കുന്നു. PHCയുടെ ഭൗതിക സൗകര്യങ്ങളുടെ വികസനത്തിന്റെ ഭാഗമായി പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സും പാർക്കിംഗ് ഏരിയയും നിർമ്മിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള അലോപ്പതി, ആയുർവേദ, ഹോമിയോ ഹോസ്പിറ്റലുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് കൂടാതെ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിനുമെല്ലാം വേണ്ട പദ്ധതികൾ ഈ കാലയളവിൽ നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഹെൽത്ത് സബ് സെന്ററുകളുടെ നവീകരണത്തിന് പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. നെടുങ്ങോട്ടൂർ സബ് സെന്ററിനെ പൂർണ്ണമായും പൊളിച്ച് പുതിയ സബ് സെന്റർ കെട്ടിടം നമ്മൾ നിർമ്മിക്കുകയുണ്ടായി. കൂടാതെ കൈപ്പുറം, ചെമ്പ്ര, വെളുത്തൂർ സബ് സെന്ററുകളുടെ നവീകരണത്തിന് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തു. തെക്കുമലയിലെ സബ് സെന്ററിന് 55 ലക്ഷം രൂപയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിനുള്ള പദ്ധതി എല്ലാ അംഗീകാരങ്ങളും നേടിയെടുത്ത് ഏറ്റവും വേഗത്തിൽ പ്രവൃത്തി ആരംഭിക്കുന്നതിന് പര്യാപ്തമായ രീതിയിൽ എത്തിക്കുന്നതിന് ഈ ഭരണസമിതിക്ക് സാധ്യമായിട്ടുണ്ട്. ഇവിടെ തിരുവേഗപ്പുറ ഗവൺമെൻറ് ആയുർ ഡിസ്പെൻസറി വളരെ തിരക്കുള്ള സ്ഥാപനമാണ്. ടൗണിലാണ് നിൽക്കുന്നത്. ജനങ്ങൾക്ക് എത്തിപ്പെടാൻ വളരെ എളുപ്പമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം തിരക്കുള്ള സ്ഥാപനമാണ്. ഏകദേശം 20,000-ഓളം രോഗികൾ ഒരു മാസം ഇവിടെ വരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കഴിയുന്ന ഫണ്ട് പറഞ്ഞ മരുന്നിന് ഒരു 85,850 രൂപയാണ് ഒരു വർഷത്തിൽ അനുവദിക്കുക. അത് വളരെ അപര്യാപ്തമാണ്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ടാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നത്. അഗതികൾക്കും ആലംബഹീനർക്കും എന്നും തണലും തുണയുമാകാൻ ഈ ഭരണസമിതിക്ക് സാധ്യമായിട്ടുണ്ട്. അവരുടെ ക്ഷേമകാര്യങ്ങളിൽ ഇടപെടാൻ, അവർക്ക് പ്രതീക്ഷയുടെ പുതിയ വഴി തെളിയിക്കാൻ, അവർക്ക് മതിയായ പരിചരണമൊരുക്കാൻ പഞ്ചായത്തിന് സാധ്യമായിട്ടുണ്ട്. പഞ്ചായത്തിലെ ഡയാലിസിസ് ചെയ്യുന്ന അർഹരായ മുഴുവൻ രോഗികൾക്കും എല്ലാ മാസവും 4000 രൂപ വീതം ധനസഹായം നൽകി വരുന്നു. ഡയാലിസിസിനാവശ്യമായ ഡയലൈസർ, ട്യൂബിംഗ്സ്, ഇഞ്ചക്ഷൻ മരുന്നുകൾ എന്നിവ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. കിഡ്നി മാറ്റിവെച്ച രോഗികൾക്ക് എല്ലാ മാസവും ഇവർ കഴിക്കുന്ന മരുന്ന് മുടങ്ങാതെ നൽകി വരുന്നു. പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് കെയർ പദ്ധതി സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് വഴി 481 രോഗികൾക്ക് ആവശ്യമായ മരുന്ന്, മെഡിക്കൽ സേവനങ്ങൾ, സാന്ത്വന പരിചരണം എന്നിവ കൃത്യമായി നൽകി വരുന്നു. നിർധനരായ പാലിയേറ്റീവ് രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റ്, ഈ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ എന്നിവ ലഭ്യമാക്കി. സാന്ത്വനം പാലിയേറ്റീവ് യൂണിറ്റിന് ആവശ്യമായ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, വീൽ ചെയർ, ഹോസ്പിറ്റൽ ബെഡ്, വാട്ടർ ബെഡ്, എയർ ബെഡ് തുടങ്ങി എല്ലാ ഉപകരണങ്ങളും ലഭ്യമാക്കി. പാലിയേറ്റീവ് രോഗികൾക്ക് ആയുർവേദ ചികിത്സയും മരുന്നുകളും ലഭ്യമാക്കി. ഇവരാണ് അമ്മേനെ അച്ഛനെ നോക്കുകയൊക്കെ ചെയ്തിരുന്നത്. നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്നെക്കാളും നന്നായിട്ട് ഇവരെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അവരെ കൊണ്ട് നല്ല സഹായം ചെയ്തിട്ടുണ്ട്. മുറിവ് കെട്ടാനും എല്ലാറ്റിനും അവർ വന്ന് സഹായിക്കുന്നുണ്ട്. എപ്പോൾ വിളിച്ചാലും വരാറുണ്ട്. തിരുവമ്പ്ര പഞ്ചായത്തിലെ പാലിയേറ്റീവിൻ്റെ അത് സജീവമായിട്ട് ഉള്ളൊരു ഇടപെടലാണ് ഇവിടുത്തെ തിരുവമ്പ്ര പാലിയേറ്റീവ് പ്രവർത്തനം. മാക്സിമം ഇവിടുത്തെ എല്ലാ ഭിന്നശേഷിക്കാർക്കും എത്തുന്നുണ്ട് അവരുടെ സേവനം. ഞാൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാളാണ്. 2.5 വർഷമായി ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട്. മന്ത്ലി എനിക്ക് ഇവിടെ പഞ്ചായത്തിൽ നിന്ന് മരുന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു ഉപകാരമാണ്. നമുക്കൊരു 10-12 റുപ്യ മന്ത്ലി ചിലവുണ്ട് മരുന്നുകൾക്ക് മൊത്തം. അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടുകൊണ്ട് വലിയൊരു ഉഷാറ് ഉപകാരമാണ്. കിട്ടുമ്പോൾ അത് ഒരു ഉപകാരമല്ലേ. ഇനിയും കിട്ടുമ്പോൾ അതൊരു നമുക്ക് ആ ചിലവ് ബാക്കിയിലേക്ക് നീക്കിയൊക്കെ എമൗണ്ട് വേറെലേക്ക് ഒക്കെ ഉള്ളൊരു ഉപകാരമുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ 1453 രോഗികൾ ഒരു പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്തവരും 152 പേരോളം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നവരുണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ 23 പേരും ക്യാൻസർ രോഗികൾ 112 പേരും ഉണ്ട്. നമ്മുടെ പഞ്ചായത്ത് പാലിയേറ്റീവിനായിട്ട് ഡയാലിസിസ് രോഗികൾക്ക് 4000 രൂപ ധനസഹായം എന്ന രീതിയിൽ 7 ലക്ഷം രൂപ വരെ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. പാലിയേറ്റീവിനായി തനത് ഫണ്ടുകളും വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലാണ് പഞ്ചായത്ത് നമ്മളോട് സഹകരിച്ച് ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നത്. ഒരു പ്രദേശത്തിന്റെ വിദ്യാഭ്യാസപരമായ ദർശനം പൂർണ്ണമാകുന്നത് അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ചും ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് തുല്യതയോടെ മികച്ച പഠന സൗകര്യങ്ങൾ ലഭിക്കുമ്പോഴാണ്. ഈ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പഞ്ചായത്ത് ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള ബഡ്സ് സ്കൂളിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ അർഹരായ മുഴുവൻ പേർക്കും ഇലക്ട്രോണിക് വീൽ ചെയർ ലഭ്യമാക്കിയിട്ടുണ്ട്. അർഹരായ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഹിയറിംഗ് എയ്ഡ്, വീൽ ചെയർ തുടങ്ങി ഓരോരുത്തർക്കും ആവശ്യമായ വിവിധ സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കി. 100-ലധികം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും സ്കോളർഷിപ്പ് നൽകി വരുന്നു. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുമായി എല്ലാ വർഷവും ഒപ്പം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു വരുന്നു. ഞങ്ങൾക്ക് വേണ്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും ഭയങ്കര സപ്പോർട്ടായിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും എനിക്ക് സന്തോഷകരമായി തോന്നിയത്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഭിന്നശേഷിക്കാരെ കണ്ടിട്ടുള്ളത് പട്ടാമ്പി ഒരു ക്യാമ്പിന് പോയിട്ടാണ്. ഇന്നത്തെ ഭിന്നശേഷിക്കാരി കുട്ടികൾക്ക് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് പുറത്തിറങ്ങാൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒപ്പം കലാമേള പോലെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് അവർ ചാർജ് എടുത്തിട്ട് ആദ്യത്തെ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ അവസരം കിട്ടി. അതിലെന്നെ കണ്ട ഉടനെ അവരെന്നോട് ചോദിച്ചു, മുബീനക്ക് വീൽ ചെയർ ഉണ്ടോ, ഇലക്ട്രോണിക്കിൻ്റെ വീൽ ചെയർ ഉണ്ടോ എന്ന്. അന്നേ വരെ ഒരാളും എന്നോട് ചോദിക്കാത്ത ഒരു ചോദ്യം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. അതുപോലെ വിളത്തൂരുള്ള
എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് ഇലക്ട്രോണിക്കൽ വീൽ ചെയർ നമ്മുടെ പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. ഞാൻ കുറേ കാലം മുന്നേ ആഗ്രഹിച്ചിരുന്നു ഒരു വീൽ ചെയറിന് ഒന്ന് സ്വന്തമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ. അതിന് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ പഞ്ചായത്താണ് നമ്മളെ സഹായിച്ചത്. ഒരുപാട് സന്തോഷം. ഇപ്പം ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നുണ്ട്. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ഈ ഭരണസമിതി നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ വർഷവും പുഷ്പകൃഷി നടത്തിവരുന്നു. മാവ് ഗ്രാമം പദ്ധതി നടപ്പിലാക്കി. താൽപ്പര്യമുള്ള എല്ലാ കർഷകർക്കും മാവിൻ തോട്ടം നിർമ്മിച്ചു നൽകി. വാഴ കർഷകർക്ക് ആവശ്യമായ കന്ന്, വളം എന്നിവ നൽകി. നെല്ല്, തെങ്ങ്, പച്ചക്കറി കൃഷി എന്നിവയ്ക്ക് ആവശ്യമായ വിത്ത്, വളം, കൂലിച്ചെലവ് സബ്സിഡി എന്നിവ എല്ലാ വർഷവും നൽകി വരുന്നു. പ്രതിവർഷം 50 ലക്ഷത്തിലധികം രൂപ ഇതിന് മാത്രമായി ചെലവഴിക്കുന്നുണ്ട്. കൂടുതൽ ഏരിയ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് നെല്ലിനാണ്. നെല്ലിലെ ഏതാണ്ട് 24 ലക്ഷത്തോളം രൂപ നമ്മൾ ഈ വർഷം ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ ഉഴവുകൂലിയും നെൽവിത്തും ഉൾപ്പെടുന്നു. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കാൻ പെടുന്ന മാവ് ഗ്രാമം പ്രൊജക്റ്റാണ്. അതിന് 2 ഭാഗങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ള ആളുകൾക്ക് കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന മാവിൻ തോട്ട നിർമ്മാണത്തിനും എല്ലാ വീടുകളിലും മാവിൻ തൈ എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് വീടുകളിലേക്ക് മാവിൻ തൈ വിതരണവും ഇതിൻ്റെ ഭാഗങ്ങളാണ്. ഏതാണ്ട് 8 ലക്ഷത്തോളം രൂപ ഇതിനായിട്ട് നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്. അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് തെങ്ങുകൾക്കാണ്. തെങ്ങുകൾക്ക് ഏതാണ്ട് 6 ലക്ഷം രൂപയോളം, പിന്നെ വാഴകൃഷി വികസനത്തെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപ അവിടെയും നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. ഞാൻ തിരുവേഗപ്പുറം പഞ്ചായത്തിലാണ്. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വായങ്കന്നാണിത്. പല കാര്യങ്ങളും എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടലുണ്ട്. പച്ചക്കറി വിത്ത്, അതിലേക്ക് വായങ്കന്ന്, കോഴി, മാവും തൈ, അങ്ങനെ പലതും കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കന്നാണ് ഈ വെച്ചിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്കും മൃഗസംരക്ഷണ മേഖലയ്ക്കും മുന്തിയ പരിഗണന തിരുവേഗപ്പുറ പഞ്ചായത്ത് ഭരണസമിതി മുന്തിയ പരിഗണന നൽകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പന്നിവേട്ടയ്ക്ക് മുന്തിയ പരിഗണന നൽകി പന്നിവേട്ടക്കാരെ കൊണ്ടുവന്ന് പഞ്ചായത്തിൻ്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് വിജയകരമായി 2 പന്നിവേട്ട സംഘടിപ്പിച്ച് കുറേയധികം പന്നികളെ കൊന്നൊടുക്കാൻ ഈ പഞ്ചായത്തിന് ഈയിടെ സാധിക്കുകയുണ്ടായി. കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പന്നി ശല്യം എന്നുള്ളത്. ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തി ഒരു പ്രത്യേക പദ്ധതിക്ക് അനുമതി വാങ്ങിയെടുക്കുകയും ആ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പന്നിവേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയിൽ അതൊരു വലിയ ഉണർവ് നൽകുന്നു എന്നുള്ളത് സന്തോഷം നൽകുകയാണ്. കാർഷികാവശ്യങ്ങൾക്കായി പഞ്ചായത്തിലാകെ വിവിധ ജലസേചന പദ്ധതികൾ ആരംഭിച്ചു. ഒരു ഗ്രാമത്തിന്റെ യഥാർത്ഥ വികസനമെന്നത് കേവലം റോഡുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആരോഗ്യവും ഊർജ്ജസ്വലതയുമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിലാണ് ഒരു നാടിന്റെ ഭാവി കുടികൊള്ളുന്നത്. ഈ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള മാർഗം കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് കായിക മേഖലയ്ക്ക് നൽകുന്ന പിന്തുണ എന്നത് ഒരു വികസന പ്രവർത്തനം എന്നതിലുപരി സാമൂഹിക നിക്ഷേപം കൂടിയാണ്. കളിക്കളങ്ങൾ നവീകരിക്കുക, കായിക പരിശീലനങ്ങൾക്ക് അവസരമൊരുക്കുക, പ്രാദേശിക പ്രതിഭകളെ ദേശീയ തലത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ നിരവധി ശ്രദ്ധേയമായ ഇടപെടലുകളാണ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടത്തിയത്. യുവജനങ്ങളുടെ ചിരകാലാഭിലാഷമായ പഞ്ചായത്ത് മൈതാനം യാഥാർത്ഥ്യമാക്കി. ഫുട്ബോൾ, ക്രിക്കറ്റ് നെറ്റ്സ്, വോളിബോൾ, ഓപ്പൺ ജിം തുടങ്ങി വിവിധ കായിക ഇനങ്ങൾക്കുള്ള സൗകര്യത്തോടെ ഒരു സ്പോർട്സ് പാർക്ക് നിലവാരത്തിലാണ് മൈതാനം സജ്ജമാക്കിയിട്ടുള്ളത്. സ്പോർട്സ് ലീഗ് മാതൃകയിൽ വിവിധ ഗെയിം ഇനങ്ങൾ ഉൾപ്പെടുത്തി കേരളത്തിൽ മറ്റൊരു പഞ്ചായത്തും നടപ്പിലാക്കിയിട്ടില്ലാത്ത പഞ്ചായത്തിലെ കായിക ഉത്സവമായി മാറിയ ഗെയിം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കായിക മേഖലയിലെ പുരോഗതിക്കും പുതിയ ആശയ രൂപീകരണത്തിനുമായി ക്ലബ്ബ് കോൺക്ലേവ് സംഘടിപ്പിച്ചു.
സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥാപിക്കുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും സ്പോർട്സ് കിറ്റ്, മെഡിക്കൽ കിറ്റ് എന്നിവ ലഭ്യമാക്കി. ഇതര പഞ്ചായത്തുകൾക്ക് വരെ മാതൃകയാകും വിധം വൻ ജനപങ്കാളിത്തത്തോടെ വിപുലമായ രീതിയിൽ എല്ലാ വർഷവും കേരളോത്സവം സംഘടിപ്പിച്ചു വരുന്നു. ഇവിടെ ഫുട്ബോൾ കളിക്കാനുള്ള നല്ലൊരു ഗ്രൗണ്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് വോളിബോൾ കോർട്ടുണ്ട്. ഇനി ഇതാ ക്രിക്കറ്റിൻ്റെ നെറ്റ്സ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ അതുണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിലും പ്രവർത്തിച്ചത് നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ തന്നെയാണ്. അതുപോലെ ഈ ഗ്രൗണ്ട് വന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ കുറേ കുട്ടികൾ കായിക താരങ്ങൾക്ക് ഉയർന്നു വരാനുള്ള ഒരു അവസരമാണ്. കായിക മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഭരണസമിതി നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അഭിമാനിക്കാവുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം തിരുവേഗപ്പുറക്കാരുടെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു ഗ്രൗണ്ട് എന്നുള്ളത്. അത് പൂവണിഞ്ഞു. തിരുവേഗപ്പുറ പഞ്ചായത്ത് സ്റ്റേഡിയം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ഒരു പഞ്ചായത്ത് നേരിട്ടിട്ട് ഒരു സ്റ്റേഡിയം നിർമ്മിക്കുകയും അതുപോലെ തന്നെ അതിൽ എല്ലാ തരത്തിലുള്ള സ്പോർട്സുകളും നടത്തുകയും അതൊരു ഗംഭീര വിജയമായി മാറുകയുമായി ഉണ്ടായത്. 2 മാസത്തോളം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പഞ്ചായത്ത് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത്. നിറയെ എല്ലാ മത്സരങ്ങൾ കാണാനും നിറയെ കായിക പ്രേമികളും ഉണ്ടായിരുന്നു. വളരെയധികം സന്തോഷം തോന്നി. ഒരു പ്രാദേശിക ഭരണകൂടത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ വിജയിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ്. ഈ കാഴ്ചപ്പാടിൽ പട്ടികജാതി വിഭാഗങ്ങളുടെ വികസനമെന്നത് വെറും ഒരു ക്ഷേമ പദ്ധതിയല്ല, മറിച്ച് ഭരണഘടന ഉറപ്പു നൽകുന്ന സാമൂഹിക നീതിയും തുല്യതയും യാഥാർത്ഥ്യമാക്കാനുള്ള അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിന്റെ ഉന്നമനം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വിവിധ പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. വിവിധ പട്ടികജാതി നഗരങ്ങളുടെ ഭൗതിക സൗകര്യ വികസന പ്രവൃത്തികൾ നടത്തി. നഗറുകൾ കാലത്തിനൊത്ത് നവീകരിച്ചു. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ലാപ്ടോപ്പ് എന്നിവ ലഭ്യമാക്കി. ഗുണഭോക്തൃ പദ്ധതികളിൽ പട്ടികജാതിക്കാർക്ക് പ്രത്യേക പരിഗണന നൽകി. ജനറൽ വിഭാഗത്തെക്കാൾ കൂടുതൽ ധനസഹായവും ആനുകൂല്യങ്ങളും ലഭ്യമാക്കി. ഒരു പൗരന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശവും സാമൂഹിക സുരക്ഷാ ബോധത്തിന്റെ അടിത്തറയുമാണ് സുരക്ഷിതമായ പാർപ്പിടം. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് നിർമ്മാണത്തിനുള്ള കരാറിലേർപ്പെടാൻ അവസരം നൽകി. ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മുഴുവൻ വീട് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 800 പേർക്ക് വീട് റിപ്പയർ ആനുകൂല്യം ലഭ്യമാക്കി. ഏതൊരു കുടുംബത്തിൻ്റെയും അടിസ്ഥാനപരമായ ആവശ്യമാണ് വീട് എന്നുള്ളത്. ആയതുകൊണ്ട് തന്നെ മറ്റു പദ്ധതികളെക്കാൾ വളരെ വലിയ പരിഗണനയാണ് ഭവന പദ്ധതികൾക്ക് ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുള്ളത്. ലൈഫ് ഭവന പദ്ധതിയിലൂടെയും PMAY ഭവന പദ്ധതിയിലൂടെയും ഒരുപാട് കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലൂടെ സാധ്യമായിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ലൈഫ് ഭവന പദ്ധതിയിലെ 482 കുടുംബങ്ങളുമായും കരാറിൽ ഏർപ്പെടുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ 350-ൽ പരം കുടുംബങ്ങൾ ഇതിനോടകം തന്നെ ഗ്രാമപഞ്ചായത്തുമായി കരാറിലേർപ്പെട്ട് അവരുടെ വീട് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. കൂടാതെ ഭവന അറ്റകുറ്റപ്പണികൾക്കായി 800-ലധികം കുടുംബങ്ങൾക്ക് ഈ കാലയളവിൽ സഹായം ലഭ്യമാക്കാൻ സാധിച്ചു. ഒരു പ്രദേശത്തിന്റെ പൊതുജനാരോഗ്യം, ജീവിത നിലവാരം, പരിസ്ഥിതിയുടെ സുസ്ഥിരത എന്നിവയുടെ നിർണായകമായ ഘടകമാണ് കാര്യക്ഷമമായ ശുചിത്വവും മാലിന്യ സംസ്കരണവും. മാലിന്യം ഒരു ഭീഷണിയായി മാറുന്ന ഇക്കാലത്ത് മാലിന്യം കൃത്യമായി ഉറവിടത്തിൽ തന്നെ വേർതിരിക്കുന്നതിനും ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും പഞ്ചായത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ക്ലീൻ തിരുവേഗപ്പുറ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി പൊതുനിരത്തുകൾ ക്ലീൻ ചെയ്യുന്നതിന് മാത്രം പ്രത്യേകമായി ക്ലീനിംഗ് തൊഴിലാളികളെ നിയമിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ പൊതു ഇടങ്ങളിലെല്ലാം ബോട്ടിൽ ബൂത്തുകളും മിനി MCFകളും സ്ഥാപിച്ചിട്ടുണ്ട്. അപേക്ഷ നൽകിയ മുഴുവൻ ആളുകൾക്കും
അടുക്കള മാലിന്യം സംസ്കരിക്കുന്നതിന് റിംഗ് കമ്പോസ്റ്റ്, ബയോബിൻ കമ്പോസ്റ്റ് എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് വിവിധ സ്ഥാപനങ്ങളിൽ സോക്ക് പിറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. തിരുവേഗപ്പുറക്ക് ഒരു ശുചിത്വ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് ക്ലീൻ തിരുവേഗപ്പുറ എന്നൊരു പദ്ധതി ഈ കാലയളവിൽ നടപ്പാക്കുന്നതിന് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. 37 ഹരിതകർമ്മസേന അംഗങ്ങളെ നിയമിച്ച് നമ്മുടെ വീടുകളിലെ പാഴ്വസ്തുക്കൾ ഏറ്റെടുക്കുന്നതിനുള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പൊതു ഇടങ്ങളെ ശുചീകരിക്കുന്നതിന് വേണ്ടി 2 ക്ലീനിംഗ് തൊഴിലാളികളെ നിയമിച്ച് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. പരമാവധി വലിച്ചെറിയൽ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ ഗ്രാമപഞ്ചായത്ത് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം മൃഗസംരക്ഷണവും ക്ഷീരവികസനവും എന്നത് വരുമാന സ്രോതസ് എന്നതിലുപരി ഒട്ടേറെ കുടുംബങ്ങളുടെ ഉപജീവന മാർഗം കൂടിയാണ്. ഏകദേശം 28,000 മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ പഞ്ചായത്തിൽ വിതരണം ചെയ്യാൻ സാധിച്ചു. 74 ആട്ടിൻകുട്ടികളെ ആടുവളർത്തൽ എന്ന പദ്ധതിയുടെ ഭാഗമായി 37 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു. ഇതുകൂടാതെ കാലിത്തീറ്റ വിതരണം ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കാനും സാധിച്ചു. തെരുവുനായ ആക്രമണങ്ങൾ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകൽ എന്നൊരു പദ്ധതി രൂപീകരിച്ച് നടപ്പിലാക്കാനും നമുക്ക് ഈ വർഷം സാധിച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെയും സാമൂഹിക നീതിയുടെയും യഥാർത്ഥ പ്രതിഫലനം അവിടുത്തെ വനിതകൾക്ക് ലഭിക്കുന്ന പരിഗണനയിലും സുരക്ഷയിലുമാണ്. ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുക, നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് യോഗ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചായത്തിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു ക്ലാസ്സാണ്. ഇതുപോലെ പഞ്ചായത്തിൻ്റെ പല പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ പല ക്ലാസ്സുകളും നടക്കുന്നുണ്ട്. ഏകദേശം 50 മുതൽക്ക് ഒരു 60-70 സ്റ്റുഡൻസ് വരെ ഡെയിലി യോഗ പ്രാക്ടീസ് നടത്തുന്നുണ്ട് ഈ ക്ലാസ്സിൻ്റെ കീഴിൽ. തിരുവേഗപ്പുറ CDSന്റെ കീഴിൽ 270ഓളം അയൽക്കൂട്ടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പിന്നെ ഓക്സിലറി ഗ്രൂപ്പുകളുണ്ട്. എല്ലാ വാർഡിലും ഓക്സിലറി ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ബാലസഭ 35 ബാലസഭ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സംരംഭങ്ങൾ 70ഓളം ഗ്രൂപ്പായിട്ടും പിന്നെ വ്യക്തികളായിട്ടുമുള്ള സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ 4% പലിശയ്ക്ക് നമ്മൾ ലോൺ കൊടുക്കുന്നുണ്ട്. പിന്നെ ലിങ്കേജ് ലോൺ എല്ലാ അയൽക്കൂട്ടങ്ങളും ലിങ്കേജ് ലോൺ എടുക്കുന്നുണ്ട്. സബ്സിഡിയോടുകൂടി ലിങ്കേജ് ലോൺ എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വയോജന അയൽക്കൂട്ടങ്ങളുണ്ട്. 8 വയോജന അയൽക്കൂട്ടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പിന്നെ അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ കമ്മ്യൂണിറ്റി കൗൺസിലർ CDSന്റെ കീഴിലുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് കോർഡിനേറ്റർമാർ പ്രവർത്തിക്കുന്നുണ്ട്. എന്ത് പരിപാടി അനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ പഞ്ചായത്തിന്റെ സപ്പോർട്ട് കൂടിയാണ്. ഒരു പ്രദേശത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ശക്തമായ പശ്ചാത്തല സൗകര്യങ്ങൾ അഥവാ ഇൻഫ്രാസ്ട്രക്ചർ. മെച്ചപ്പെട്ട റോഡുകൾ, സുരക്ഷിതമായ കുടിവെള്ള ലഭ്യത, കാര്യക്ഷമമായ വൈദ്യുതി വിതരണം എന്നിവ. ഈ ഭരണസമിതിയുടെ കാലത്ത് പശ്ചാത്തല മേഖലയിൽ ഭാവനാപൂർണമായ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് വിവിധ പദ്ധതികളിലായി 20 കോടി രൂപയുടെ റോഡ് പ്രവൃത്തികളാണ് ഈ കാലയളവിൽ നടപ്പിലാക്കിയത്. ഒരു 3 വർഷത്തോളമായിട്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇവിടെ കഴിയായിരുന്നു. ഡയാലിസൊക്കെ ആയിട്ട് റോഡ് ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് സംസാരിച്ചു. എത്രയും പെട്ടെന്ന് ശരിയാക്കി തന്നു. നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനൊക്കെ. ഇവിടുന്ന് ആൾക്കാരെ എടുത്തു കൊണ്ടുപോകുന്നു. നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് വലിയൊരു ഉപകാരം ചെയ്തു തന്നു. ഗ്രാമപഞ്ചായത്തിലെ പശ്ചാത്തല വികസന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വലിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 20 കോടി രൂപക്ക് മുകളിലാണ് ഈ കാലയളവിൽ പശ്ചാത്തല വികസന സൗകര്യത്തിനായി റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായും പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനുമായി നമ്മൾ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളതും പൂർത്തീകരിച്ചിട്ടുള്ളതും. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ റോഡുകളെല്ലാം ഗതാഗതത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലായതിനാൽ അതിനെ പുനർനിർമ്മിക്കുന്നതിന് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ സാധ്യമാക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും LED തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു. കുളക്കാട്ടുകുളം നവീകരിക്കുന്നതിന് 50 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കി.
മഴക്കെടുതിയിൽ തകർന്ന മാഞ്ഞാമ്പ്ര പാലം പുനർനിർമ്മിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് 50 ലക്ഷം രൂപയുടെ പദ്ധതി ആരംഭിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തിരുവേഗപ്പുറ പഞ്ചായത്തിന്റെ വികസന കാഴ്ചകളുടെ ആമുഖം മാത്രമാണിത്. ഈ 5 വർഷത്തിനിടയ്ക്ക് ചെറുതും വലുതുമായ നിരവധി പദ്ധതികൾക്ക് രൂപം നൽകാനും അവ പൂർത്തിയാക്കാനും നമുക്ക് സാധ്യമായിട്ടുണ്ട്. വളരെ ആഘോഷപൂർവമാണ് ഈ നാട് അവ ഏറ്റെടുത്തത്. ഈ വാക്കുകളിലോ കാഴ്ചയിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല തിരുവേഗപ്പുറയുടെ വികസന പ്രവർത്തനങ്ങൾ. നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം. മുഴുവൻ മെമ്പർമാരുടെയും ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയുടെ ഭാഗമായാണ് ഈ വികസന പ്രവർത്തനങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് തിരുവേഗപ്പുറയിലെ മുഴുവൻ ജനങ്ങളുടെയും പരിപൂർണമായ പിന്തുണയുടെ ഫലമായാണ് മാതൃകാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സാധ്യമായിട്ടുള്ളത്. തുടങ്ങിവെച്ച പല പ്രവൃത്തികളെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നിങ്ങളുടെ നിസ്സീമമായ സഹകരണം തുടർന്നുമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമഗ്ര മേഖലകളിലും വികസനത്തിന്റെ പാദമുദ്രകൾ പതിപ്പിച്ച് പുതിയ പ്രതീക്ഷകളും പ്രായോഗിക പദ്ധതികളുമായി നാം മുന്നോട്ട് യാത്ര തുടരുകയാണ്.